Hi guys, welcome back to video vlog. അപ്പോൾ നമ്മളിതേ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നത് വാഗമൺ തങ്ങൽപ്പാറയുടെ കാഴ്ചകളായിരുന്നു. നമ്മൾ വാഗമണിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നേരെ ഇനി പോകാൻ പോകുന്നത് കുട്ടിക്കാനത്തേക്കാണ്. കുട്ടിക്കാനത്തെ കാഴ്ചകളാണ് ഇനി നിങ്ങൾ എൻ്റെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുട്ടിക്കാനത്ത് എന്താ കാണാനുള്ളത്? കുട്ടിക്കാനത്ത് നല്ല അടിപൊളി ഒരു കൊട്ടാരമുണ്ട്. കോടമഞ്ഞ് മൂടിയ ഈ കാട്ടുപാതയിലൂടെയാണ് നമ്മുടെ യാത്ര. കൂറ്റൻ മരങ്ങൾക്ക് നടുവിൽ കൗതുകവും ദുരൂഹമായ നാലുകെട്ടും ഇടവഴികളും വലിയ മുറികളും നിറഞ്ഞ വലിയൊരു കൊട്ടാരത്തിലേക്ക്, കുട്ടിക്കാനത്തുള്ള അമ്മച്ചി കൊട്ടാരത്തിലേക്കാണ് നമ്മളിനി യാത്ര പോകുന്നത്. 200-ലധികം വർഷം പഴക്കമുള്ള ഈ കൊട്ടാരം തിരുവിതാംകൂർ രാജവംശത്തിന്റെ വേനൽക്കാല വസതിയായിരുന്നു. കൊട്ടാരം എന്ന പേരുണ്ടെങ്കിലും ഇന്ന് ഇത് തീർത്തും ജീർണാവസ്ഥയിലാണ്. കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ കുട്ടിക്കാനത്ത് നിന്നും 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ കൊട്ടാരത്തിലേക്കുള്ള ഈ പാതയിലെത്താം. ഈ കാട്ടുപാതയിലൂടെ കുറച്ചു ദൂരം യാത്ര ചെയ്താൽ ചെന്നെത്തുന്നത് കാട് പിടിച്ച് ജീർണാവസ്ഥയിൽ കിടക്കുന്ന അമ്മച്ചി കൊട്ടാരത്തിലേക്കാണ്. അങ്ങനെ നമ്മൾ അമ്മച്ചി കൊട്ടാരത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൂടെ കാണാം. എല്ലാവരും വണ്ടിനൊക്കെ ഇറങ്ങുന്നേ ഉള്ളൂ. അല്ലേ തണുപ്പുണ്ടോ? അല്ലയാ തണുപ്പില്ലേ? അല്ല, ഞങ്ങള് മനുഷ്യന്മാരുടെ കാര്യം ചോദിച്ചേ. മതിയാ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് കൊട്ടാരത്തിൻ്റെ ബാക്ക് സൈഡിലാണ്. ഇവിടുന്ന് കൊട്ടാരത്തിലേക്ക് കയറി പോകാൻ സ്റ്റെപ്പുണ്ട്. കൊട്ടാരത്തിൻ്റെ മുൻവശത്തെ മെയിൻ ഗേറ്റിലേക്ക് വരാനൊരു വഴിയുണ്ട്. ആ വഴി കുറച്ച് കട്ടറൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നാണ് കയറുന്നത് കേട്ടോ. അപ്പോൾ 2 വഴി കൂടെ നമുക്ക് എത്താം. ഈ ബാക്ക് സൈഡിൽ കൂടെ ഈ സ്റ്റെപ്പ് കയറി നമുക്ക് കൊട്ടാരത്തിനടുത്തേക്ക് എത്താം. അതുമല്ല നേരെ കറങ്ങി ഫ്രണ്ട് വശത്തോടു കൂടിയും നമുക്ക് എത്താൻ പറ്റുന്നതാണ് കേട്ടോ. കൊട്ടാരത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞ് ഞാൻ ആ വഴി കാണിച്ചു തരാം. നല്ല അടിപൊളി ക്ലൈമറ്റ് അല്ലേ? അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ അമ്മച്ചി കൊട്ടാരം. പണ്ട് തിരുവിതാംകൂറിൽ തായ്വരി ഭരണകാലത്ത് റാണി പദവി അലങ്കരിച്ചിരുന്നത് രാജാവിന്റെ സഹോദരിയായിരുന്നു. രാജാവിന്റെ പത്നിക്ക് അമ്മച്ചി പദവി. അങ്ങനെയാണ് രാജാവിന്റെ പത്നി താമസിച്ചിരുന്ന ഈ കൊട്ടാരത്തിന് അമ്മച്ചി കൊട്ടാരം എന്ന പേര് വന്നത്. വിശാലമായ ദർബാർ ഹാളും മഹാരാജാവിന്റെ മന്ത്രമണ്ഡപവും കുതിരലായവും ഭൂഗർഭപാതകളും കളിസ്ഥലവും കലക്കുളവുമെല്ലാം കൊട്ടാരത്തിന്റെ ഭാഗമായി അന്ന് പണി കഴിപ്പിച്ചിരുന്നു. ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് ചരിത്ര പ്രാധാന്യമായ രാജകീയ തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞത് ഈ കൊട്ടാരത്തിൽ നിന്നാണ്. ഒരുപാട് സിനിമകൾക്ക് ഈ കൊട്ടാരം ലൊക്കേഷൻ ആയിട്ടുണ്ടെങ്കിലും ഫഹദ് ഫാസിൽ നായകനായ കാർബൺ, പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ലൂസിഫർ തുടങ്ങിയ ചിത്രങ്ങൾ ചിത്രീകരിച്ചതിനെ തുടർന്നാണ് കൊട്ടാരത്തിലേക്ക് ഒരുപാട് സഞ്ചാരികൾ കൂടുതലായി എത്തി തുടങ്ങിയത്. കാലങ്ങളായി പ്രദേശവാസിയായ ധർമ്മലിംഗമാണ് കൊട്ടാരത്തിന്റെ സൂക്ഷിപ്പുകാരൻ. അദ്ദേഹം കുടുംബമായി ഇവിടെ തന്നെ ജീവിച്ചു പോരുന്നു. രാജഭക്തിയോട് കൂടി തമിഴ് കലർന്ന മലയാളത്തിലാണ് മിത്തുകൾ നിറഞ്ഞ ധർമ്മലിംഗത്തിന്റെ വിവരണം. ചരിത്രത്തിനപ്പുറം ധർമ്മലിംഗം നൽകുന്ന ഈ വിവരങ്ങളാണ് സഞ്ചാരികൾക്ക് ഇവിടെ വരുന്നതും ഇതിന്റെ ചരിത്രം അറിയുന്നതിനും ഏക ആശ്രയം. കൊട്ടാരം ചുറ്റിക്കാട്ടുന്നതിനിടെ സഞ്ചാരികളുടെ ഏത് സംശയങ്ങൾക്കും ഇദ്ദേഹം മറുപടി നൽകും. നമുക്കും ഇദ്ദേഹത്തിനൊപ്പം ഈ കൊട്ടാരത്തിനെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. കാണാമല്ലോ. 100 രൂപ പാസ് ഉണ്ട് അകത്ത് കയറുന്നതിന്. നടുമുറ്റം അല്ലേ? 4 അല്ല, കൂട്ടുകാർക്ക് എക്സ്ക്യൂസ് ഉണ്ട്. ഇതൊന്നും കാണാമല്ലോ. ഇത് എത്ര പഴക്കമുണ്ട് ചേട്ടാ? 230 ഉണ്ടല്ലേ? ഇതിന്റെ കഥയാണ്. ഇത് അമ്മച്ചിക്കൊട്ടാരം പേര് വരാൻ കാര്യമില്ല. തിരുവിതാംകൂർ പാലസ് അല്ലേ? രാജാക്കന്മാരൊന്ന്
ഓ ടൈമിന് സമയം കളയല്ലോ. ടൈം പാസ് ചെയ്ത് വേറെ വണ്ടി കുറച്ച് പോകണം. ഇതാണ് ഫയർ ഡാൻസ് ചെയ്തത്. സൈഡ് വഴി പോകണ്ട തന്നെ എന്താ പയല എനിക്ക് പാടാ கனெக்ஷன் எதுவும் கிடையாதா? எந்த ரூமுக்கு மாத்திரம் அவ்வளவுதானா? ஆமாங்க. ഡൈനിങ് ഹാളും കിച്ചൺ. ഇവിടെ ഡൈനിങ് ഹാളും കിച്ചണും അല്ലേ? നമ്മൾ ആദ്യം കയറിയ റൂമാണ് എൻജോയ്മെന്റ് ഉള്ള സ്ഥലം അല്ലേ? ടൈം പാസ് ഡാൻസ് ഒക്കെ ആണോ? തുറന്ന് കയറിയാല് അത് ഇടുക്കിക്കോ ഇതിനകത്ത് പൊളിഞ്ഞു കേട്ടോ. അന്ന് ഇവിടെ മൊത്തം യന്ത്രം നിങ്ങൾ മാറ്റിരുത്തിക്കേ. ഇവിടെ നമ്മൾ അടക്കിയതാന്ന് തോന്നുന്നു. ഷാപ്പിട്ടേക്ക് ഇരിക്കുന്നത് കേട്ടോ. സമയം കഴിഞ്ഞ് ഇറങ്ങിപ്പോയതാ. ഈ ഡൈനിങ് ഹാളൊക്കെ ஒரு ஆடுகள் மாத்திரம் அங்க என்ன இருக்கு? ஒரு ஆடுகள் மாத்திரம் ഉരുളി ഇരിപ്പുണ്ട്. ഓക്കെ ஆட்டுகள் இருக்கு. இது வந்து நம்மளோட பழைய காலத்துல ஆட்டுகள் புராதன காலம் கிடையாது தம்பி. எந்த காலம் എന്തിനാണ് താമസിക്കാനാണോ? അല്ല എന്നാലും ആൾക്കാരെ ഒന്ന് കാണുന്നല്ലേ വരുമാനം. ഇത് പഴമ കാണാൻ ആൾക്കാർ വരുന്നേ. 250 വർഷം പഴക്കതാ ചില്ലറ കാര്യമാണോ? 250 എട്ടുള്ള ഫാമിലി ആരുമില്ല. വേറെ ഫാമിലി ആരുമില്ല. എല്ലാം മുടിച്ച് ബാംഗ്ലൂർ കമ്പനി. എന്താ ബാംഗ്ലൂർ? ഇത് ബാംഗ്ലൂർ ഒരു കമ്പനിയുടെ ഇവിടെയാണോ ലൂസിഫർ ഷൂട്ട്? ചേട്ടൻ ചേട്ടനപ്പോ എങ്ങനെയാ ഇതിന്റെ ശമ്പളം? സ്റ്റാഫാണോ? ഒന്നുമില്ല, ശമ്പളം ഒന്നുമില്ലല്ലേ? ശമ്പളം ഒന്നും കിടയാതെ ആരും വെറുതെ. ചേട്ടൻ എത്ര നാളെ ഇങ്ങനെ വന്നിട്ട്? 60 കൊല്ലമായല്ലേ? പക്ഷെ എന്നാൽ ഈ നാളികെട്ടിന്റെ വൈബ് ഒരു വൈബ് തന്നെ കേട്ടോ. അതുകൊണ്ടാ ഡിസൈൻ വെച്ചേക്കുന്നുണ്ടോ? ഡിസൈൻ പണി ഇത് ചേട്ടൻ റൂമല്ലേ? അത് എന്താ വഴിയാ പോകും? ചേട്ടൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? ഇത്ര ഉള്ളോ? മകർക്ക് എന്നാ വില? ഇത്രേ ഉള്ളൂ. നമ്മൾ ഇനി പുറത്തോട്ട് ഇറങ്ങും കേട്ടോ. ആരാ? ലൂസിഫറിനവരോ? അല്ല, ലൂസിഫറിനവരാന്ന് പ്രത്യേകം അങ്ങനെ ചെയ്യും. ഷൂട്ട് ചെയ്തിട്ട് കാശ് കൊടുക്കാൻ പോവോ? ഒക്കെ ചോദിക്കണമല്ലോ ഇരിക്കുന്നവരോട്. എന്റെ പൊന്നെ പ്രത്യേക മോശമല്ലേ കാണിച്ച്? മറ്റേ പുള്ളിയല്ലേ കൊടുക്കണ്ടേ? അല്ല, ആ സ്റ്റണ്ടൊക്കെ പീപ്പിൾ സ്റ്റണ്ടല്ലേ? ആ എന്നെ ഒറിജിനാലിറ്റി അല്ലോ സെറ്റ് ആണല്ലേ? ഇറങ്ങല കേട്ടോ, കുറേ കാണാൻ മേല. നമ്മുടെ ചെറുപ്പത്തിൽ ഇറങ്ങി നീന്തിക്ക് തല ഇടിക്കും.
ഏകദേശം 25 ഏക്കറിലാണ് ഈ അമ്മച്ചി കൊട്ടാരം നിലനിൽക്കുന്നത്. സംരക്ഷണത്തിൽ സംഭവിച്ച വീഴ്ചകൾ ചെറുതല്ലാത്ത രീതിയിൽ തന്നെ ഈ കൊട്ടാരത്തെ ബാധിച്ചിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ കൈകളിലാണ് ഇന്ന് ഈ കൊട്ടാരത്തിൻ്റെ ഉടമസ്ഥാവകാശം. പ്രൗഢി പേറുന്ന ഇതിൻ്റെ ആഢ്യത്വം കാണാൻ ഇനിയും മല കയറുന്നവർക്ക് നമ്മുടെ സംസ്കാരത്തെ അറിയാൻ കുറേയേറെ തിരുശേഷിപ്പുകൾ ഇന്നും ഇവിടെ തന്നെയുണ്ട്. കുട്ടിക്കാനത്ത് നിന്നും കഷ്ടി 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ കൊട്ടാര വളപ്പിലേക്കുള്ളത്. വാഹന സൗകര്യമുണ്ടെങ്കിലും കുറച്ച് സാഹസികത വേണമെന്നുള്ളവർക്ക് കാടിനകത്തോട് സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ നമ്മൾ അമ്മച്ചി കൊട്ടാരത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ഇവിടുന്ന് മടങ്ങുകയാണ്. ഇനി നമുക്ക് നേരെ പോകാനുള്ളത് വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടത്തിനടുത്തേക്കാണ്. നമ്മൾ വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നമ്മളേതായാലും തിരിച്ചു പോകുന്നത് ആ വഴിക്കായതുകൊണ്ട് നമുക്ക് വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടത്തിനടുത്ത് ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ഗെയ്സ്, ആ കാണുന്നതാണ് വളഞ്ഞെങ്ങാനം വാട്ടർഫോൾസ്. നല്ല മഴ സമയമായതുകൊണ്ട് വാട്ടർഫോൾസ് നല്ല ആക്റ്റീവാണ്. നമുക്ക് ഈ സൈഡിലെങ്ങും നമ്മുടെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടാത്തതുകൊണ്ട് ഒന്ന് യൂ ടേൺ എടുത്ത് തിരിച്ചു വരാം. എന്നിട്ട് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എവിടെയെങ്കിലും കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ടെന്ന് നോക്കാം കേട്ടോ. നമ്മളെ യൂ ടേൺ എടുത്ത് തിരിച്ചു വന്നു. കാറ് പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലവും കിട്ടി. നമ്മൾ കാറ് പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ശകലം നടന്നപ്പോഴേക്കും മഴ പെയ്തു കേട്ടോ. പെട്ടെന്ന് തിരിച്ച് വണ്ടി കയറേണ്ടി വന്നു. ശ്യാം അവിടെ പോവുകയും ചെയ്ത് അവിടെ നമ്മുടെ മഴ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തിരിച്ചു പോകണം. നിങ്ങൾ തിരിച്ചു പോയിട്ട് അവനെ കൂട്ടും. അവൻ എന്താണ് പറയുന്നതോടെ കേൾക്കാം കേട്ടോ. നേടാ നീ മഴ ഇവൻ തിരിച്ചോടട്ടെ. നീ എന്തിനാ എങ്ങോട്ട് ഓടിയതിനാ? നല്ലൊരു യൂട്ടേൺ എടുത്തു. അതേപോലെ നല്ലതായിട്ടൊന്ന് ബ്രേക്ക് ഇട്ട് എടുത്തു. പക്ഷെ ഈ സൈഡിലേക്ക് കൂടിയൊക്കെ നമ്മൾ പണ്ട് തെങ്ങി കളിക്കുന്നത് ഒരു മൂടില് വണ്ടി ഇങ്ങനെ വളഞ്ഞു. ഞാൻ നമുക്ക് ലോറി നിങ്ങൾ കണ്ടില്ലല്ലോ. എന്റെ പൊന്നട ഫീലായി പോയി. ഞാൻ വിചാരിച്ചു ഞാൻ വണ്ടി കയറി കയറി. ഇനിയൊരു ചായ. നമ്മളിപ്പോ കാഞ്ഞിരപ്പള്ളി 26 മൈൽ കാഞ്ഞിരപ്പള്ളി ആകുന്നു. നമ്മുടെ ട്രിപ്പ് 14 വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടൽ ഒരുപാട് സന്തോഷങ്ങൾ തന്നു. വരാത്തവർക്ക് വൻ നഷ്ടമായിരിക്കും. എന്നാലും വന്നവർ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഇനിയും ഇതുപോലുള്ള ടൂറുകൾ ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വിജിലാൽ പറഞ്ഞ അഭിപ്രായം തന്നെ വരാത്തവർക്ക് വൻപൻ നഷ്ടമായിരുന്നു. എനിക്ക് നഷ്ടമാണ്. എന്നാലും എല്ലാം കൊണ്ടും നഷ്ടമാണ്. എന്നാലും വേണ്ടില്ല. ടൂറ് വിഷ്ണു, ട്രിപ്പ് എങ്ങനെയുണ്ട്? സൂപ്പർ ട്രിപ്പ്, അടിപൊളി, മാർവലസ്, ഫാന്റാസ്റ്റിക്. നല്ലായിരുന്നു. എല്ലാവരും ശോകമാണല്ലോടാ. അപ്പൊ അടിപൊളി. ഇപ്പം ഇനി ഇതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ ആക്കി നമ്മൾ ഉടനെ സംഭവം ചെയ്തായിരിക്കും. അപ്പൊ എല്ലാവർക്കും സൂപ്പർ. ഇനി നമുക്ക് അടുത്ത ട്രിപ്പിൽ കാണാം. അതിനും താമസം. രക്ഷയില്ല. അത് വേറെ കാര്യമുണ്ട്. വേറെ ആരെങ്കിലും അമ്പലം അടിച്ചു വിട്ടത് ആദ്യമേ. വല്ലപ്പോഴും ഗ്രൂപ്പിലൊക്കെ കയറുക, എന്തെങ്കിലും ഒന്ന് പറയാം, ഹായിന്നെങ്കിലും കാണിക്കുക കേട്ടോ. അതിനകത്ത് നിനക്ക് മിണ്ടാൻ വേണമെങ്കിൽ ചിഹ്നമുണ്ട്. എപ്പോഴാണ് കാണുന്നേ?
ഇനിയിപ്പോ എങ്ങനെയാ തൃശ്ശൂര് വിട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോ പാടാം. ഇനിയിപ്പോ ഒരു 3-4 മാസം കഴിഞ്ഞിട്ടുണ്ടേ അടുത്ത ടൂർ. അത് തന്നെ മതിയല്ലേ? നമ്മുടെ വാഗമൺ ട്രാവൽ സീരീസ് ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ എല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും. ഇറ്റ്സ് മീ അഫ്സൽ സൈനിങ് ഓഫ്.